നമസ്കാരം, ഞാൻ അനു പ്രശാന്ത്. പ്രധാന വാർത്തകൾ. കോട്ടയം ജില്ലയിൽ ഭൂരഹിത ഭവനരഹിത പദ്ധതികൾ താളം തെറ്റി. നിരവധി കുടുംബങ്ങൾ വീടും സ്ഥലവുമില്ലാതെ വലയുന്നു. KSRTC കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക്. സർവീസുകൾ അടിക്കടി മുടങ്ങുന്നു. ബസ്സുകളുടെ കാലപ്പഴക്കവും ഡീസൽ ക്ഷാമവും കോർപ്പറേഷനെ വലയ്ക്കുന്നു. കാഞ്ഞിരപ്പള്ളി 1-ാം മൈലിൽ റോഡിന് വീതി കൂട്ടി മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുമെന്ന് അധികൃതർ. വാഹനാപകടം നടന്ന സ്ഥലം ഉന്നത ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. കഠിനവ്രതത്തിന്റെ നാളുകൾക്ക് വിട. ഇസ്ലാം മത സമൂഹം ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. EMS ഭവന പദ്ധതി ഇല്ലാതായതോടെ കോട്ടയം ജില്ലയിൽ ഭൂരഹിത ഭവനരഹിത പദ്ധതികൾ താളം തെറ്റി. 8113 ഭൂരഹിതരും 14607 ഭവനരഹിതരും ജില്ലയിലുണ്ടെന്നും കണ്ടെത്തിയിരുന്നെങ്കിലും സർക്കാർ പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിച്ചതോടെ ഭവനരഹിതർ വഴിയാധാരമായി. 2008 അടിസ്ഥാന വർഷമാക്കി നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് മുൻ സർക്കാർ EMS ഭവന പദ്ധതിക്ക് രൂപം നൽകിയത്. പദ്ധതിയുടെ ഭാഗമായി സർവേ നടത്തി ഗുണഭോക്തൃ ലിസ്റ്റ് തയ്യാറാക്കി ഗ്രാമസഭയുടെ അംഗീകാരവും വാങ്ങിയിരുന്നു. രേഖകൾ പ്രകാരം ജില്ലയിൽ 14607 കുടുംബങ്ങൾ ഭവനരഹിതരായുണ്ട്. ഇതിൽ 12482 കുടുംബങ്ങൾ പൊതുവിഭാഗത്തിൽപ്പെടുന്നവരും 1746 കുടുംബങ്ങൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നവരും 379 കുടുംബങ്ങൾ പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവരുമാണ്. 8113 കുടുംബങ്ങൾ ജില്ലയിൽ ഭൂരഹിതരായുണ്ട്. ഇതിൽ 6542 കുടുംബങ്ങൾ പൊതുവിഭാഗത്തിൽപ്പെടുന്നവരും 1431 കുടുംബങ്ങൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നവരും 140 കുടുംബങ്ങൾ പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവരുമാണ്. വാഴൂർ ബ്ലോക്കിൽ 813 കുടുംബങ്ങളും കാഞ്ഞിരപ്പള്ളി ബ്ലോക്കിൽ 1389 കുടുംബങ്ങളും പാമ്പാടി ബ്ലോക്കിൽ 363 കുടുംബങ്ങളും പള്ളം ബ്ലോക്കിൽ 967 കുടുംബങ്ങളും ഭൂരഹിതരായിട്ടുണ്ട്. UDF സർക്കാർ അധികാരത്തിലെത്തിയ ഉടൻ EMS ഭവന പദ്ധതി വേണ്ടെന്ന് വെച്ചതാണ് ജില്ലയിലെ ഭവന ഭൂരഹിത പദ്ധതികൾ താളം തെറ്റുവാൻ കാരണം. പുതിയതായി ആവിഷ്കരിച്ച IAY പദ്ധതിയിൽ ഭവന നിർമ്മാണ ഗ്രാന്റ് 2 ലക്ഷമായി വർദ്ധിപ്പിച്ചിറക്കിയ സർക്കാർ ഉത്തരവും പ്രതിസന്ധി വർദ്ധിപ്പിക്കുവാൻ കാരണമായി. വർദ്ധിപ്പിച്ച തുകയുടെ 50% ബ്ലോക്ക് പഞ്ചായത്തുകളും 25% വീതം ജില്ലാ ഗ്രാമപഞ്ചായത്തുകളും നൽകണമെന്ന സർക്കാർ നിർദ്ദേശം ത്രിതല പഞ്ചായത്തുകളുടെ പദ്ധതികൾ താറുമാറാക്കി. 2011-12 മുതൽ സർക്കാരിന്റെ പിടിപ്പുകേട് മൂലം പാർപ്പിട പദ്ധതികൾ അവതാളത്തിലായിരിക്കുകയാണ്. പാവപ്പെട്ട ആളുകൾക്ക് ഒരു കൂര എന്നുള്ള സങ്കല്പം തകർത്തെറിയുന്നതിനുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് UDFന്റെ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. 75,000 രൂപ ആദ്യമേ അനുവദിച്ചിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് അതിനുശേഷം വീണ്ടും വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കൊടുക്കാമെന്നുള്ള തെറ്റിദ്ധാരണ വരുത്തിക്കൊണ്ടാണ് UDF ഗവൺമെന്റ് അധികാരത്തിലേറിയത്. അതിനുശേഷം അർഹതപ്പെട്ട ആളുകൾ അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കയറി ചെല്ലുകയും തങ്ങൾക്ക് ലഭിക്കേണ്ട വീടുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുമ്പോൾ മറുപടി കൊടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാറിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഗവൺമെന്റ് ഇതിന് കൃത്യമായ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എഗ്രിമെന്റ് വെച്ചവർക്കെല്ലാം വീട് കിട്ടുമെന്നും ഗ്രാന്റ് തുക വർദ്ധിപ്പിക്കുമെന്നുമുള്ള സർക്കാർ ഉത്തരവ് ഇതോടെ വീൺവാക്കായി മാറിയിരിക്കുന്നു. ക്യാമറാമാൻ രഞ്ജിത്തിനൊപ്പം സുരേഷ് മൈലാട്ടുപാറ, ന്യൂസ് ബ്യൂറോ, മണർകാട്. ഡീസൽ ക്ഷാമത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ KSRTCക്ക് വാഹനങ്ങളുടെ കാലപ്പഴക്കം വിനയാകുന്നു. ഇതുമൂലം കോട്ടയം KSRTC ഡിപ്പോയിൽ നിന്ന് പല ദീർഘദൂര ബസ്സുകളും യഥാസമയം സർവീസ് നടത്തുന്നില്ല. റോഡുകളുടെ ശോച്യാവസ്ഥ കാരണം ബസ്സുകൾക്ക് കൂടുതൽ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടി വരുന്നതും കോർപ്പറേഷനെ വലയ്ക്കുന്നു. സംസ്ഥാനത്ത് KSRTCയെ അടിമുടി ഗ്രസിച്ച പ്രതിസന്ധി വിട്ടൊഴിയുന്നില്ല. ഡീസൽ ക്ഷാമത്തെ തുടർന്നുള്ള പ്രതിസന്ധി സ്പെയർ പാർട്സിലും എത്തിയതോടെ KSRTC നാശത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. തകർന്ന റോഡുകളിലൂടെയുള്ള യാത്ര മൂലം വാഹനങ്ങളിൽ വർദ്ധിച്ചുവരുന്ന അറ്റകുറ്റപ്പണികളും കനത്ത പ്രഹരമാകുന്നു. സർവീസ് നടത്തുന്ന ബസ്സുകളിൽ പലതും കാലപ്പഴക്കം ചെന്നവയാണ്. ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ ലിമിറ്റഡ് സ്റ്റോപ്പായി ചുരുക്കുന്നതും കോർപ്പറേഷന് നഷ്ടമുണ്ടാക്കുന്നുണ്ട്. കോട്ടയം ജില്ലയിൽ തന്നെ ഈ പ്രശ്നങ്ങൾ കൊണ്ട് നിരവധി ദീർഘദൂര ബസ്സുകൾ സർവീസ് നിർത്തിവച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് KSRTC കടന്നുപോകുന്നതെന്ന് KSRTE സംസ്ഥാന വൈസ് പ്രസിഡന്റ് S. വിനോദ് പറഞ്ഞു. എന്നാൽ പ്രതിസന്ധിയിലായിരിക്കുന്ന KSRTCയെ കരകയറ്റാൻ കാര്യമായ നീക്കങ്ങളൊന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തത് ജീവനക്കാർക്കിടയിൽ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി 1-ാം മൈലിൽ കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ 4 പേർ മരിച്ച സ്ഥലം ഉന്നത ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. പ്രദേശത്ത് റോഡിന് വീതി കൂട്ടി അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട റോഡിൽ 1-ാം മൈലിൽ ചൊവ്വാഴ്ച കാർ ലോറിയിലിടിച്ച് 4 പേർ മരിച്ച സ്ഥലം ഉന്നത ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു.
റോഡിലെ കുഴിയിൽ ചാടാതെ കാർ വെട്ടിച്ചു മാറ്റുന്നതിനിടെ എതിരെ വന്ന ലോറിയിലിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ കൂട്ടിക്കൽ പ്ലാപ്പള്ളി പൂവത്തോട്ട് ദാമോദരൻ, മകൻ ഷിബി, കൊച്ചുമക്കളായ അമൽദേവ്, അഹല്യ എന്നിവർ മരിച്ചു. റോഡിലെ കുഴിയാണ് അപകടത്തിനിടയാക്കിയതെന്ന് പരാതി ഉയർന്നതിനെ തുടർന്ന് കോട്ടയം ആർടിഒ TJ തോമസ്, കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി S സുരേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. അപകടം നടന്ന സ്ഥലത്ത് റോഡിന് വീതി കൂട്ടുവാനും വേഗത നിയന്ത്രണ ബോർഡും അപകട മുന്നറിയിപ്പ് ബോർഡും സ്ഥാപിക്കാനും അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഇതൊരു ചെറിയ വളവാണ്, ഒരു കുഴിയാണ്. പക്ഷേ ആ കുഴിയുടെ അത്ര കാര്യമായിട്ടല്ല. പക്ഷേ ഈ നമ്മുടെ ലോക്കൽ അന്വേഷണം എന്ന് പറഞ്ഞത് ഡ്രൈവർ ലേശം അമിത സ്പീഡിലായിരുന്നു. അങ്ങനെ ഇടത് സൈഡിൽ കുഴി വെട്ടിച്ച് റൈറ്റ് സൈഡോട്ട് ചെന്നതാണ്. ലോറിക്കാരൻ കൃത്യമായിട്ട് അയാളുടെ സൈഡ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ അമിത വേഗത്തിലും ഡ്രൈവറുടെ എക്സ്പീരിയൻസ് കുറവുണ്ടായിരിക്കാം, നെർവസ് ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഉണ്ടായതാണ് നാട്ടുകാരുടെ നിന്നും ബാക്കിയുള്ള അന്വേഷണം നടന്നത്. നമുക്കിവിടെ ഒരു ആക്സിഡന്റ് പ്രോൺ ഏരിയ എന്നുള്ളൊരു ബോർഡ് വയ്ക്കാം. ഈ റോഡിലുള്ള ബോർഡർ ഭാഗത്തുള്ള മണ്ണുകൾ നീക്കം ചെയ്ത് ആ ഭാഗം റോഡ് ക്ലിയർ ചെയ്ത് ഈ ബോർഡും കൂടി സ്ഥാപിച്ച് ചെയ്യാമെന്നുള്ളതാണ് തീരുമാനം ചെയ്തിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി MVI ഷാനവാസ് കരീം, PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോറ്റി തോമസ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ EV ജോൺ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ആത്മനിയന്ത്രണത്തിന്റെയും കഠിനവ്രതത്തിന്റെയും നാളുകൾക്ക് വിടചൊല്ലി ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പെരുന്നാളിനോടനുബന്ധിച്ച് പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ശവ്വാൽ പിറ മാനത്ത് കണ്ടതോടെ തക്ബീർ ധ്വനികൾ മുഴങ്ങി. പ്രാർത്ഥനകളുടെയും കഠിനവ്രതത്തിന്റെയും പകലുകൾക്ക് സമാപനമായി. ചെറിയ പെരുന്നാൾ ദിനമായ വ്യാഴാഴ്ച രാവിലെ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് വിശ്വാസികൾ പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പ്രത്യേക പ്രാർത്ഥനകളിൽ പങ്കുകൊണ്ടു. കോട്ടയം തിരുനക്കര മൈതാനത്ത് നടന്ന ഈദ്ഗാഹിൽ നിരവധി പേർ പങ്കെടുത്തു. പരസ്പരം ആശ്ലേഷിച്ചും മധുരം പങ്കുവച്ചും വിശ്വാസികൾ സൗഹൃദം പങ്കിട്ടു. കാഞ്ഞിരപ്പള്ളി ഇമാം സെന്ററിൽ നടന്ന പ്രാർത്ഥനകൾക്ക് റഷീദ് മൗലവി അൽ ഖാസിമി നേതൃത്വം നൽകി. നൂറുകണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടു. കാഞ്ഞിരപ്പള്ളി നൈനാർ പള്ളിയിൽ നടന്ന ചടങ്ങുകൾക്ക് നൌഷാദ് മൗലവി നേതൃത്വം നൽകി. പൊൻകുന്നം മുഹ്യദ്ദീൻ ജുമാ മസ്ജിദിൽ നടന്ന ഈദ് പ്രാർത്ഥനകൾക്ക് റഷീദ് മൗലവിയും വാഴൂർ മുഹ്യദ്ദീൻ ജുമാ മസ്ജിദിൽ ഹുസൈൻ റഷാദിയും പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. കേരള നദ്വത്തുൽ മുജാഹിദീന്റെ നേതൃത്വത്തിൽ പൊൻകുന്നം KVLP സ്കൂൾ ഗ്രൗണ്ടിൽ ഈദ്ഗാഹ് നടന്നു. ചടങ്ങുകൾക്ക് മൗലവി ഷമീർ സഫലി നേതൃത്വം നൽകി. വ്രതശുദ്ധിയുടെ പരിസമാപ്തിയിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും കൈയടക്കി വീടുകളിലേക്ക് മടങ്ങിയ വിശ്വാസികൾ ആഘോഷങ്ങളിൽ ലയിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ചെറിയ പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി മല്ലപ്പള്ളി, മണിമല ഭാഗങ്ങളിലെ വിവിധ പള്ളികളിൽ ഈദ് നമസ്കാരം നടത്തി. ഒരു മാസം നീണ്ട വ്രതാനുഷ്ഠാനത്തിലൂടെ ആത്മീയ വിശുദ്ധി നേടി നൂറുകണക്കിന് വിശ്വാസികൾ നമസ്കാരത്തിൽ പങ്കെടുത്തു. ഭക്ഷ്യവിഭവങ്ങൾക്കൊപ്പം ദുഷ്ചിന്തകൾ മാറ്റി നിർത്തി പ്രാർത്ഥനയോടെ ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിലൂടെ ആത്മചൈതന്യം നിറച്ചാണ് വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷത്തിലേക്ക് കടന്നത്. ചെറിയ പെരുന്നാൾ അറിയിച്ച് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ റംസാൻ ചന്ദ്രിക തെളിഞ്ഞപ്പോൾ മസ്ജിദുകളിൽ നിന്നും തക്ബീർ ധ്വനികൾ മുഴങ്ങി. വായ്പൂർ മുസ്ലിം പഴയ പള്ളിയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. നമസ്കാരത്തിന് പള്ളി ഇമാം മൗലവി അനീസ് റഹ്മാനി MFB നേതൃത്വം നൽകി. അശരണർക്ക് ആശ്രയമാകാനും മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുവാനും പെരുന്നാൾ കാരണമാകട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. ഉല്ലസിക്കുമ്പോഴും നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ സമൂഹത്തുള്ള പാവപ്പെട്ടവർ, അതുപോലെ അരശണർ, അതുപോലെ നമ്മുടെ തട്ടിൽ താഴ്ന്നു നിൽക്കുന്നവർ, അതുപോലെ അന്യമതസ്ഥർ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ഒരു സന്തോഷ ദിവസത്തിൽ ഒരു പെരുന്നാൾ സുദിനമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. മണിമലയിലെ ബദരിയ മുസ്ലിം ജമാഅത്ത്, കോട്ടാങ്ങൽ ജമാഅത്ത്, ആലപ്പുഴ ജമാ മസ്ജിദ് തുടങ്ങി വിവിധ പള്ളികളിലായി ആയിരക്കണക്കിന് വിശ്വാസികൾ ജുമാ നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നിർവഹിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം പരസ്പരം സൗഹൃദം പങ്കുവച്ചും മധുരം വിതരണം ചെയ്തും പെരുന്നാൾ ആഘോഷമാക്കി. വ്രതശുദ്ധിയുടെ പൂർണ്ണതയ്ക്കായി വിശ്വാസികൾ ഫിത്തർ സക്കാത്തും നടത്തി. പള്ളികളിലെ നമസ്കാരത്തിന് ശേഷം പൂർവികരുടെ ഖബർസ്ഥാനിൽ പ്രാർത്ഥനകളും നടത്തിയാണ് വിശ്വാസികൾ പെരുന്നാൾ വിരുന്നിനും ആഘോഷത്തിനുമായി വീടുകളിലേക്ക് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, മല്ലപ്പള്ളി. ഒരാഴ്ചയായി തോരാതെ പെയ്ത മഴയ്ക്ക് അല്പം ശമനമായെങ്കിലും കോട്ടയം ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. വീടുകളിൽ കയറിയ വെള്ളമിറങ്ങാത്തതിനാൽ നിരവധി കുടുംബങ്ങൾ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നു.
ഒരാഴ്ചയായി പെയ്യുന്ന കനത്ത മഴയ്ക്ക് അല്പം ശമനമായതോടെ മീനച്ചിലാറ്റിലെ ജലനിരപ്പ് നേരിയ തോതിൽ താഴ്ന്നു. എന്നാൽ വേമ്പനാട്ട് കായലിലേക്കുള്ള വെള്ളമൊഴുക്ക് മന്ദഗതിയിലായതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളം ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. വീടുകളിൽ കയറിയ വെള്ളം ഇറങ്ങിയിട്ടില്ലാത്തതിനാൽ നിരവധി കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നു. ജില്ലയിൽ തുറന്ന 73 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 5897 പേർ കഴിയുന്നു. കോട്ടയം താലൂക്കിൽ മാത്രം 36 ക്യാമ്പുകളുണ്ട്. ഇവിടെ 622 കുടുംബങ്ങളിലെ 2267 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കോട്ടയം, വിജയപുരം, മണർകാട്, അയർക്കുന്നം, തിരുവാർപ്പ്, ചെങ്ങളം സൌത്ത്, ഐമനം, മുട്ടമ്പലം, നാട്ടകം തുടങ്ങി 14 വില്ലേജുകളിലാണ് ക്യാമ്പ്. വൈക്കം താലൂക്കിൽ 23 ക്യാമ്പുകളും ചങ്ങനാശ്ശേരിയിൽ 10 ക്യാമ്പുകളും പ്രവർത്തിക്കുന്നുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നത് ജനങ്ങളെ ഏറെ ദുരിതത്തിലാഴ്ത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, മണർകാട്. പുന്നമടക്കായലിൽ ആവേശം വിതറുന്ന നെഹ്റു ട്രോഫി വള്ളം കളിക്കായി അവസാനഘട്ട പരിശീലനത്തിലാണ് മത്സര വള്ളങ്ങൾ. കനത്ത മഴ ദുരിതം വിതച്ചെങ്കിലും അതെല്ലാം മറന്ന് 10-ാം തീയതി നടക്കുന്ന ജലരാജാക്കന്മാരുടെ വാശിയേറിയ പോരാട്ടത്തിൽ കിരീടം സ്വന്തമാക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് ഓരോ ക്ലബ്ബും. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്ന് വിശേഷിപ്പിക്കുന്ന നെഹ്റു ട്രോഫിക്കായി വീറും വാശിയും നിറഞ്ഞ കഠിന പ്രയത്നത്തിലാണ് ഓരോ ക്ലബ്ബുകളും. ജലമാമാങ്കത്തിൽ കൈയും മെയ്യും മറന്ന് കരിനാഗങ്ങളെപ്പോലെ ഓളപ്പരപ്പിൽ ചീറിപ്പായാൻ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കുമരകത്തെ ഓരോ ക്ലബ്ബും പരിശീലന തുഴച്ചിൽ ആരംഭിച്ചിരുന്നു. വായ്ത്താരിയുടെയും വഞ്ചിപ്പാട്ടിന്റെയും ഈരടികളാൽ മുഖരിതമായ പരിശീലന തുഴച്ചിൽ വള്ളംകളി പ്രേമികൾക്ക് ഹരം പകരുന്നതാണ്. വള്ളം കളിയിലും പ്രൊഫഷണലിസം കടന്നുവന്നതോടെ തുഴച്ചിലുകാരെ തിരഞ്ഞെടുക്കുന്നത് മുതൽ വള്ളത്തിന്റെ രൂപകൽപ്പനയിൽ വരെ വിപുലമായ തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. 10,000-ങ്ങളെ സാക്ഷി നിർത്തി നടക്കുന്ന ജലമാമാങ്കത്തിൽ എതിരാളികളെ ഒരു വള്ളപ്പാടകലം പിന്നിലാക്കി വിജയത്തിന്റെ നെറുകയിലേറാൻ കഠിന പരിശീലനത്തിലാണ് ഓരോ ടീമും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഓഗസ്റ്റ് 9 മുതൽ 12 വരെ നടക്കുന്ന സമ്മേളനത്തിൽ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ 10ാമത് സംസ്ഥാന സമ്മേളനത്തിന് ആതിഥ്യമരുളാൻ കോട്ടയം ഒരുങ്ങി. ഈ മാസം 9 മുതൽ 12 വരെയാണ് സമ്മേളനം. വെള്ളിയാഴ്ച വൈകിട്ട് സമ്മേളനത്തിന് മുന്നോടിയായി പതാക, കൊടിമര, കപ്പി, കയർ, ബാനർ ജാഥകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കോട്ടയത്തെത്തും. ശനിയാഴ്ച രാവിലെ 10-ന് സുധാ സുന്ദർരാമൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സിപിഐ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ വൃന്ദ കാരാട്ട്, എം.എ. ബേബി, മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സുധാ സുന്ദർരാമൻ, മുൻ പ്രസിഡന്റ് സുഭാഷിണി അലി തുടങ്ങിയവർ വിവിധ ദിവസങ്ങളിൽ സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രതിനിധി സമ്മേളനത്തിൽ 551 പ്രതിനിധികൾ പങ്കെടുക്കും. സമാപന ദിവസമായ ഈ മാസം 12-ന് 1,00,000 വനിതകൾ അണിനിരക്കുന്ന പ്രകടനം നടക്കും. സമാപന സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. സമ്മേളനം കോട്ടയത്തിന്റെ ചരിത്രത്തിൽ ആലേഖനം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്കടക്കം മയക്കുമരുന്ന് വിറ്റിരുന്ന യുവാവ് കോട്ടയത്ത് പോലീസ് പിടിയിലായി. കങ്ങഴ, ദേവഗിരി, മയിലാടി ഭാഗത്ത് മടുക്കൽ ബിബിൻ ചാക്കോയാണ് KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തുനിന്നും ബുധനാഴ്ച പിടിയിലായത്. ഇയാളുടെ പക്കൽ നിന്നും 6 പെട്ടികളടക്കം 160 ആംപ്യൂളുകളും 50-ലധികം ഗുളികകളും പിടിച്ചെടുത്തു. സ്കൂൾ കുട്ടികളുടെ അമിത ലഹരിമരുന്ന് ഉപയോഗത്തെപ്പറ്റി ജില്ലാ പോലീസ് മേധാവി MP ദിനേശിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിനിടെയാണ് കോട്ടയത്ത് ലഹരിമരുന്ന് വ്യാപാരി തന്നെ ഷാഡോ പോലീസിന്റെ പിടിയിലായത്. ബുധനാഴ്ച ഉച്ചയോടെ കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നാണ് ബിബിൻ ചാക്കോയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പിടികൂടുമ്പോൾ 6 പെട്ടികളടക്കം 160 ആംപ്യൂളുകളും 50-ലധികം ഗുളികകളും ഇയാളുടെ പക്കലുണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു. സീമസ് കോളേജിലെ കുട്ടികൾക്ക് നൽകാനാണ് മയക്കുമരുന്നുമായി എത്തിയതെന്ന് ബിബിൻ പറഞ്ഞതായും പോലീസ് അറിയിച്ചു. ആദ്യം ഏജന്റായി പ്രവർത്തിച്ചിരുന്ന ഇയാൾ ഇപ്പോൾ കോട്ടയത്തെ പ്രമുഖനാണെന്നും പോലീസ് പറഞ്ഞു. ഈ ബിബിൻ ഈ കേസിലെ പ്രതി ആദ്യം ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. രസത്തിന് ഉപയോഗിച്ച് പിന്നെ അതിന് അഡിക്റ്റായി. പിന്നെ അതിൻ്റെ ലാഭം പർച്ചേസ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ലാഭം മനസ്സിലാക്കിയോടുകൂടി ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് കടന്നതാണ്. ഇയാൾ ഡൽഹിയിൽ ഇന്റർവ്യൂവിന് പോയപ്പം മേടിച്ചുകൊണ്ട് വന്നതാണെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അർബുദ രോഗികൾക്ക് മരുന്നായി നൽകുന്ന ല്യൂപിജെസിക് എന്ന മയക്കുമരുന്നാണ് ഇയാൾ വിൽപ്പന നടത്തിയിരുന്നത്. ഡൽഹിയിൽ നിന്നാണ് മരുന്ന് പെട്ടികളായി എത്തിയിരുന്നതെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. 800 രൂപയ്ക്കെടുക്കുന്ന മരുന്ന് വിപണിയിൽ 5000 രൂപയ്ക്കാണ് ബിബിൻ നൽകിയിരുന്നത്. ഇയാൾ BBA ബിരുദധാരിയാണെന്നും ഉയർന്ന മാർക്ക് വാങ്ങി വിജയിച്ച ഇയാൾ പിന്നീട് മയക്കുമരുന്ന് വിപണനത്തിലേക്ക് തിരിയുകയായിരുന്നെന്നും പോലീസ് പറഞ്ഞു. കോട്ടയം DYSP V. അജിത്, വെസ്റ്റ് CI AJ തോമസ്, വെസ്റ്റ് SI അനൂപ് ജോസ്, ASIമാരായ ജേക്കബ്സ് കറിയ, ഹരിദാസ്, ശ്രീരംഗൻ, മാത്യു എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
കനത്ത മഴയിലുണ്ടായ ഉറവച്ചാലുകൾ പാലാ പൊൻകുന്നം റോഡിലെ ഗതാഗതം താറുമാറാക്കി. കുണ്ടും കുഴിയുമായ റോഡിൽ അപകടങ്ങൾ നിത്യസംഭവമായി. ഓടകളില്ലാത്തതാണ് റോഡിലൂടെ വെള്ളമൊഴുകുന്നതിന് കാരണമെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ പാലാ പൊൻകുന്നം റോഡിലൂടെയുള്ള വാഹനയാത്ര ദുഷ്കരമായി. 21 കിലോമീറ്റർ ദൂരം വരുന്ന റോഡിന്റെ മിക്ക ഭാഗവും വെള്ളപ്പാച്ചിലിൽ തകർന്നു. ശക്തമായ മഴയിൽ കരയുറവ വർദ്ധിച്ചതാണ് റോഡിലൂടെയുള്ള ഒഴുക്ക് കൂടുന്നതിന് കാരണം. മിക്ക ഭാഗത്തും ഓടകൾ ഇല്ലാത്തത് വെള്ളമൊഴുക്കിന്റെ ഗതി മാറുന്നതിന് കാരണമായെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. പൊതുമരാമത്ത് വകുപ്പ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുന്നത് മഴക്കാലത്താണെന്നും ഇവർ കുറ്റപ്പെടുത്തി. മഴ തുടങ്ങിക്കഴിഞ്ഞ് PP റോഡ് ഒരു തോടായിട്ട് മാറിയിരിക്കുകയാണ്. റോഡിന് വീതിയുണ്ട്, പക്ഷേ കാനകളില്ലെന്നുള്ളതാണ് മുഖ്യ കാരണം. അധികൃതർ മഴക്കാലത്ത് വന്ന് ഓട വെട്ടിയിടുന്ന ഒരു സ്വഭാവം മാത്രമേ ഉള്ളൂ. സ്ഥിരമായിട്ട് കാനയും ഒക്കെ ചെയ്താൽ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകും. PP റോഡിന്റെ ഇളംകുളം 5-ാം മൈൽ, മഞ്ചക്കുഴി, കുരുവിക്കൂട്, 7-ാം മൈൽ, പൂവരണി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഏറ്റവും അധികം കുഴികൾ. വരുന്ന വാഹനങ്ങൾ ഗട്ടറിൽ പതിക്കുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്നും നാട്ടുകാർ ആശങ്കപ്പെടുന്നു. മിക്ക അപകടങ്ങളും തലനാരിഴയ്ക്കാണ് ഒഴിവാകുന്നത്. 7-ാം മൈൽ ഭാഗത്ത് റോഡും തോടും തമ്മിൽ വ്യത്യാസമില്ല. റോഡിന്റെ പകുതി ഭാഗവും വെള്ളത്തിലൊലിച്ച് നാമാവശേഷമായി. കാൽനടയാത്രക്കാർ ഇതുവഴി വരാറില്ല. 3 മാസം മുൻപ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ റോഡിനാണ് ഈ ദുരവസ്ഥയെന്നും നാട്ടുകാർ പരിതപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. കാലവർഷത്തെ തുടർന്ന് ഒരാഴ്ചയായി തുടരുന്ന അവധി കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. ക്ലാസുകൾ തുടർച്ചയായി മുടങ്ങുന്നതിനാൽ പാഠഭാഗങ്ങൾ തീർക്കാൻ കഴിയാതെ വിഷമിക്കുകയാണ് അധ്യാപകർ. ഇതുമൂലം ഓണപരീക്ഷ അവതാളത്തിലാകുമെന്ന ആശങ്കയുമുണ്ട്. ജില്ലയിൽ കാലവർഷം കനത്തതോടെ ഒരാഴ്ചയായി തുടരുന്ന അവധി വിദ്യാലയങ്ങളെ സാരമായി ബാധിക്കുന്നുണ്ട്. ഈ മാസം 3-ന് അടച്ച സ്കൂൾ ഇനിയും തുറന്നിട്ടില്ല. കനത്ത മഴയെ തുടർന്ന് ജില്ലാ ഭരണകൂടം തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിരുന്നു. ചൊവ്വാഴ്ച കർക്കിടക വാവുബലി സംബന്ധിച്ച് പൊതു അവധിയും ബുധനാഴ്ചയും അവധിയായിരുന്നു. വ്യാഴം, വെള്ളി ദിവസങ്ങൾ ഈദ് ഉൽ ഫിത്തർ സംബന്ധിച്ച് പൊതു അവധി ദിനങ്ങളായി. ശനിയാഴ്ച 2-ാം ശനിയും. മൊത്തത്തിൽ ഓണാവധിക്ക് തുല്യമായ 10 നാൾ നീണ്ട അവധി അവിചാരിതമായി കുട്ടികൾക്ക് ലഭിച്ചു. എന്നാൽ ഓണപരീക്ഷയ്ക്ക് പൂർത്തിയാക്കേണ്ട പാഠങ്ങൾ എങ്ങനെ പഠിപ്പിച്ചു തീർക്കുമെന്ന ആശങ്കയിലാണ് അധ്യാപകർ. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. പ്രകൃതിയിലെ സുന്ദര ദൃശ്യങ്ങളായ മുളകൾ വംശനാശ ഭീഷണി നേരിടുന്നതായി പഠന റിപ്പോർട്ട്. വിപണിയിൽ 100 രൂപ വരെ വിലയുള്ള മുളകൾക്ക് കാർഷിക രംഗത്ത് മികച്ച നേട്ടങ്ങൾ നൽകാനാവുമെന്ന് കർഷകർ. സസ്യശാസ്ത്രത്തിൽ പുൽവർഗ്ഗങ്ങളിലെ ഭീമൻചെടിയാണ് മുളകൾ. കേരളത്തിന്റെ സമ്മിശ്ര കാലാവസ്ഥയിൽ ഇടതൂർന്നു വളരാൻ അനുകൂലമായ ഘടനയാണ് മുളകൾക്കുള്ളത്. 3 മുതൽ 30 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന 45ഓളം ഇനങ്ങൾ മുളകളാണ് നമ്മുടെ നാട്ടിൽ വളരുന്നത്. ഇല്ലി, ഈറ, ഈറ്റ തുടങ്ങിയ ചെറിയ ഇനങ്ങളും നമ്മുടെ നദീതീരങ്ങളിൽ ധാരാളമായി വളരുന്നുണ്ട്. ഏണികൾക്ക് ഉപയോഗിക്കുന്ന പച്ചമുളകളും പന്തലുകൾക്കായി ഉപയോഗിക്കുന്ന മഞ്ഞമുളകളുമാണ് സാധാരണയായി കാണപ്പെടുന്നവ. നദീതീരങ്ങളിൽ യാതൊരു പരിരക്ഷയുമില്ലാതെ സ്വയം വളരുന്ന മുളകൾ തിട്ടയിടിച്ചിൽ തടയുന്നതിന് ഏറെ ഗുണകരമാണ്. 50 രൂപ മുതൽ 100 രൂപ വരെയാണ് വിപണിയിൽ മുളയുടെ വില. ഒരു ചുവട്ടിൽ നിന്നും 10 മുതൽ 30 വരെ മുളകൾ വെട്ടിയെടുക്കാനാവും. 12 മുതൽ 14 വർഷം വരെ വളരാൻ അനുവദിച്ചാൽ മുളകൾ പൂത്തു തുടങ്ങും. മുളയരി അപൂർവ ഔഷധം കൂടിയാണ്. മുളയരിക്ക് കിലോയ്ക്ക് 400 രൂപ മുതൽ 600 രൂപ വരെയാണ് വിപണി വില. കാർഷിക രംഗത്ത് ഏറെ സാധ്യതകളും പ്രതീക്ഷകളും നൽകുന്ന ഈ ചെടി വൻതോതിൽ വെട്ടിനശിക്കപ്പെടുകയാണ്. പുതിയവ നട്ടുപിടിപ്പിക്കാനോ സംരക്ഷിക്കാനോ തയ്യാറാകാത്തതാണ് മുളകൾ വംശനാശ സസ്യങ്ങളുടെ പട്ടികയിൽ ഇടം നേടാൻ കാരണമാവുന്നത്. ന്യൂസ് ബ്യൂറോ, മണിമല. സാൽവേഷൻ ആർമി കങ്ങഴ ഡിവിഷന്റെ നേതൃത്വത്തിൽ കങ്ങഴ സുബേദാർ ജോസഫ് പിതാവിന്റെ 150ാമത് ജന്മദിന വാർഷികാഘോഷം ഈ മാസം 10-ന് ഇടയപ്പാറയിൽ നടക്കും. ധനമന്ത്രി KM മാണി വാർഷികം ഉദ്ഘാടനം ചെയ്യും. മേജർ CF യോഹന്നാൻ, ഡോക്ടർ N ജയരാജ് MLA, ലഫ്റ്റനന്റ് കേണൽ ചെല്ലയ്യ മണി തുടങ്ങിയവരും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കങ്ങഴ മേഖലയിൽ രക്ഷാസൈന്യ സഭയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച സുബേദാർ ജോസഫ് പിതാവിന്റെ 150ാമത് ജന്മദിന വാർഷികാഘോഷം ഓഗസ്റ്റ് മാസം 10-ാം തീയതി വിവിധ കാര്യപരിപാടികളിലൂടെ നടത്തപ്പെടുകയാണ്. CF യോഹന്നാൻ, PA ജോസഫ്, ജോൺ ജോസഫ്, സ്റ്റീഫൻസൺ തുടങ്ങിയവർ പങ്കെടുത്തു. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെയും ആയുർവേദ ആശുപത്രിയുടെയും ഐക്യോദയം NSS കരയോഗത്തിന്റെയും ആഭിമുഖ്യത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടന്നു. മുട്ടത്തുകവല കരയോഗ മന്ദിരത്തിൽ നടന്ന ക്യാമ്പ് ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK രാമചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ V അരുൺകുമാർ ബോധവൽക്കരണ ക്ലാസ് നടത്തി. P സതീഷ് ചന്ദ്രൻ നായർ അധ്യക്ഷനായ യോഗത്തിൽ TV മുരളീധരൻ നായർ, ശ്രീലത സുജാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു.
പൊൻകുന്നം വെറ്ററിനറി സബ് സെന്ററിൽ നിന്നും മികച്ച ഇനം മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നു. ആഗസ്റ്റ് 10 രാവിലെ 8:30 മുതലാണ് വിതരണം. വിവരങ്ങൾക്ക് ഫോൺ 9446366368 0481245787 പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം ജില്ലയിൽ ഭൂരഹിത ഭവനരഹിത പദ്ധതികൾ താളം തെറ്റി. നിരവധി കുടുംബങ്ങൾ വീടും സ്ഥലവുമില്ലാതെ വലയുന്നു. KSRTC കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക്. സർവീസുകൾ അടിക്കടി മുടങ്ങുന്നു. ബസ്സുകളുടെ കാലപ്പഴക്കവും ഡീസൽ ക്ഷാമവും കോർപ്പറേഷനെ വലയ്ക്കുന്നു. കാഞ്ഞിരപ്പള്ളി 1-ാം മൈലിൽ റോഡിന് വീതി കൂട്ടി മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുമെന്ന് അധികൃതർ. വാഹനാപകടം നടന്ന സ്ഥലം ഉന്നത ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. കഠിനവ്രതത്തിന്റെ നാളുകൾക്ക് വിട. ഇസ്ലാം മത സമൂഹം ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. വാർത്തകൾ അവസാനിക്കുന്നു. അടുത്ത വാർത്ത രാത്രി 9:00. നമസ്കാരം.